നമസ്കാരം. കേരളത്തിലെ കൊലക്കത്തി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം തിരഞ്ഞു പോയാൽ 5 പതിറ്റാണ്ടിലേറെ കാലമായി ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നതിൻ്റെ ഒരു കഥ നമുക്ക് ബോധ്യമാകും. കേരളത്തിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം അങ്ങനെ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. രാക്ഷസീയമായ അത്തരം ആക്രമണങ്ങൾ കേട്ടുകൊണ്ട് മാത്രം പ്രഭാതം ആരംഭിക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു മലയാളി സ്വയംസേവകർക്ക്. പലപ്പോഴും ഇതെല്ലാം മുദ്രാവാക്യങ്ങളും ചില പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ചില ഗതികെട്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊലപാതകങ്ങൾ ചിലത് നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട്. അത്തരം കൊലപാതകങ്ങൾ നമ്മുടെ കണ്ണിലെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ടല്ലാതെ ഒരിക്കലും നമുക്ക് കേട്ടു നിൽക്കുവാനോ കണ്ടു നിൽക്കുവാനോ ഓർത്തെടുക്കുവാനോ ഒന്നും സാധിക്കില്ല. കണ്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ കണ്ടു നിൽക്കുക എന്നതാണ് അർത്ഥം. എങ്ങനെയാണ് രാഷ്ട്രീയമായ വിധേയത്വം കാരണം മാരകമായ ആക്രമണങ്ങൾ തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിക്കെതിരെ ഇവർക്ക് സംഘടിപ്പിക്കുവാൻ സാധിക്കുന്നത്? ഇതിന് പ്രേരകമാകുന്നത് എന്താണ് എന്നറിയില്ല. അധ്യാപകനായ ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെട്ടത് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചാണ്. ഈ വീഡിയോയും പരിശോധിക്കുന്നത് അത്തരം ഒരു കൊലപാതകത്തെക്കുറിച്ചാണ്. RSS BJP അനുഭാവികളുടെ രാഷ്ട്രീയമായി ആ കാലത്തൊക്കെയും നിരന്തരം കൊല ചെയ്യപ്പെടുമായിരുന്നു. തിരിച്ച് പ്രതിരോധത്തിൻ്റെ വാൾമുനകൾ ഉയർത്തിയിട്ടുമുണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ. അത്തരമൊരു കഥയാണ്, അത്തരമൊരു ചരിത്രമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. സ്റ്റോറീസ് ഓഫ് സാക്രിഫൈസസ് എന്ന ഒരു ലേഖന പരമ്പര തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും BJPയുടെയും അനുഭാവികളുടെയും പ്രവർത്തകരുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു ലേഖന പരമ്പരയുണ്ട്. അത് സ്റ്റോറീസ് ഓഫ് സാക്രിഫൈസസ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആർക്കും അറിയാത്ത, മറക്കാൻ കഴിയാത്ത, രക്തരൂക്ഷിതമായ, കേരളം രക്തത്തിൽ മുങ്ങിക്കുളിച്ച് കണ്ണീര് പറ്റാത്ത അമ്മമാരുടെ ഒരു ചരിത്രമായി ഇന്നും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ അത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. 1982 സംഭവം. 1982 ജൂണിൽ ഒരു പ്രാദേശികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അന്ന് തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കും എന്ന് RSS പ്രവർത്തകരായ മുരളിക്കും കലാധരനും ഒരു ഇൻഫർമേഷൻ കിട്ടി. അത്തരമൊരു വിഷയത്തിൻ്റെ രേഖകളിലേക്ക് കടക്കുമ്പോൾ അവർക്ക് പൊടുന്നനെ അത്തരമൊരു വിഷയത്തെക്കുറിച്ച് അറിവുണ്ടായതിനെ തുടർന്ന് അവർ തൊട്ടടുത്ത ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി ഒളിക്കുകയുണ്ടായി. മുരളി എന്ന് പറയുന്നത് ചെന്നിത്തല മണ്ഡൽ കാര്യവാഹമായിരുന്നു. കലാധരൻ ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനുമായിരുന്നു. മാർക്സിസ്റ്റുകാർ ഇവരെ കിട്ടാതായപ്പോൾ വീട്ടിലേക്ക് ഓടിയെത്തി മാതാപിതാക്കൾക്ക് നേരെയായി കൊലക്കത്തി പ്രയോഗം. അവരുടെ കഴുത്തിന് നേരെ കത്തി കുത്തി വച്ചതിന് ശേഷം ഇവരെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി. സംഭവം നാടാകെ അറിഞ്ഞ് ഈ ഒളിവിൽ പോയ കലാധരനെയും മുരളിയും കൂട്ടി ഈ നേതൃനിര വീട്ടിലേക്കെത്തി. തുടർന്ന് ഒരു ഒത്തുതീർപ്പ് സംഭാഷണമൊക്കെ നടന്ന് ഒരു സ്ഥിതിഗതികളെ ഒരല്പം ശാന്തമാക്കി. താൽക്കാലികമായ ഒരു ശാന്തത മാത്രമായിരുന്നു അത്, കേട്ടോ. അതൊരു താൽക്കാലികമായ ശാന്തതയ്ക്കപ്പുറം ആ ശാന്തതയുടെ ഒരു ആയുസ് വലുതായിട്ട് നീണ്ടു നിന്നില്ല. സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ് മുരളിയും കലാധരനും മടങ്ങുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുവാൻ വേണ്ടി ഇവർ കയറി. അവിടെ വെച്ച് ആക്രമികൾ ഇവർക്ക് നേരെ ആയുധം എടുത്തുകൊണ്ട് പാഞ്ഞടുക്കുകയായിരുന്നു. ആയുധധാരികളായ ഒരു സംഘം ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറി ക്ഷേത്ര പൂജാരിയെ കെട്ടിയിട്ടതിന് ശേഷം ഇവരെ ആ ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. വളരെ മൃഗീയമായ ആക്രമണത്തെ തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ മുരളി കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഗുരുതരമായി അദ്ദേഹം ആക്രമിക്കപ്പെട്ടു. അങ്ങനെയാണ് സംഭവ സ്ഥലത്ത് വെച്ച് മുരളി കൊല ചെയ്യപ്പെടുന്നത്. ഇതിനിടയിൽ കലാധരൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പിന്തുടർന്ന് ചെന്ന കൊലപാതക സംഘം ക്ഷേത്ര പരിസരത്ത് നിന്നൊരൽപ്പം മാറി കലാധരനെയും കൊലപ്പെടുത്തി. മുരളിയുടെ മൃതശരീരം ലഭിച്ചത് ക്ഷേത്രാങ്കണത്തിൽ തന്നെയായിരുന്നു. മുരളിക്ക് നേരെയുള്ള ആക്രമണ സമയത്ത് ജില്ലയിൽ വികസിച്ചു കൊണ്ടിരുന്നൊരു പ്രതികാര രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടായിരുന്നു. ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്, അവിടെ നേരത്തെ തന്നെ ഒരു ആക്രമണം ഇടതുപക്ഷം സംഘടിപ്പിച്ചിരുന്നു. ധർമ്മജനും യശോദയ്ക്കും നേരെയായിരുന്നു ആ ആക്രമണം. അങ്ങനെ നിരന്തരമായ ആക്രമണങ്ങൾ ആലപ്പുഴ ജില്ലയെയും രക്തകലുഷിതമാക്കിയിരുന്നു 1980-കളിൽ. കേരളത്തിൻ്റെ സ്വയംസേവകരുടെ ഒരു രക്തചരിത്രം ആരംഭിക്കുന്നത് 1969-കളിലാണ്. 60-കളിലാണ് ഈ രക്തചരിത്രം ശരിക്കും ആരംഭിക്കുന്നത്. അന്ന് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന പീഡിത്തൊഴിലാളിയെ കൊന്ന കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ.
അദ്ദേഹം ആ ആക്രമണം നടത്തി. അതിനുശേഷം നിരന്തരം സ്വയം സേവകർ ആക്രമിക്കപ്പെട്ടു. നിരന്തരം സ്വയം സേവകർ ആക്രമിക്കപ്പെട്ടപ്പോൾ എതിർത്ത് നിൽക്കുവാൻ വേണ്ടി തിരിച്ചും പ്രതിരോധത്തിൻ്റെ മാർഗം സ്വയം സേവകർക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ആക്രമണങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ അന്ന് സ്വയം സേവകർക്കെതിരെ നടത്തിയത്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായിരുന്നില്ല, NDF പ്രവർത്തകരും സ്വയം സേവകർക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അശ്വിനി കുമാർ എന്ന് പറയുന്ന ഉന്നാടിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സന്താനമായ അശ്വിനി കുമാറിനെതിരെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് NDFൻ്റെ പ്രവർത്തകർ, NDFൻ്റെ തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. അങ്ങനെ ദേശീയതയെ പുൽകിക്കൊണ്ട്, ദേശീയതയെ എടുത്തുയർത്തിക്കൊണ്ട് അതിനുവേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ച നിരവധിയായിട്ടുള്ള സ്വയം സേവകർ കൊലക്കത്തിക്ക് ഇരയായിട്ടുണ്ട്. 270-ലധികം RSS വോളണ്ടിയർമാരാണ് ഈ പട്ടികയിലുള്ളത്. അതിൽ ചിലർ സ്ത്രീകളായിരുന്നു, യശോദയെ പോലെ. അങ്ങനെ നിരന്തരമായ ആക്രമണങ്ങൾ സ്വയം സേവകർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന മുരളിയുടെയും കലാധരൻ്റെയും കൊലപാതകം നാട്ടിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കിയത്. അതായത് സ്വന്തം ആരാധനാമൂർത്തിയുടെ മുന്നിൽ വെച്ച് ഒരാൾ കൊല ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അത് എത്ര മൃഗീയമായിരിക്കണം, എത്രയധികം ആൾക്കാരാണ് അത് കണ്ടു നിന്നത്. അങ്ങനെ ക്രൂരമായിട്ട് സ്വന്തം ആരാധനാലയങ്ങളിൽ വച്ചിട്ട് പോലും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ സംഘത്തിൻ്റെ സ്വയം സേവകരെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായ ആക്രമണങ്ങൾക്കൊടുവിൽ തിരിച്ചും തീർച്ചയായിട്ടും മുൻ സൂചിപ്പിച്ച പോലെ പ്രതിരോധത്തിൻ്റെ മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അത്തരം രക്തരൂക്ഷിതമായ കലാപത്തിൻ്റെ ഒരു കണ്ണുനീര് ഇന്നും കേരളത്തിന് മറക്കാൻ കഴിയില്ല, സ്വയം സേവകർക്ക് മറക്കാൻ കഴിയില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.